ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് കിരണിനെയാണ്. ആദർശിൻ്റെ ഫ്രണ്ടാണ് കിരൺ. കിരണിൻ്റെ ഫോണിലേക്ക് ആദർശ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, നമുക്ക് ബീച്ചിൽ വെച്ച് കാണാം, നീ ഇപ്പോൾ തന്നെ വരണം. ഇപ്പോൾ നീ തിരക്കിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നീ വിളിച്ചാൽ അപ്പോൾ തന്നെ ഞാൻ വരും. അങ്ങനെ അവർ രണ്ടാളും ബീച്ചിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദർശ് കിരണിനോട് ചന്തുമോളെ പറ്റിയുള്ള എല്ലാ കാര്യവും അതിൻ്റെ പേരിൽ ആദർശ് അനുഭവിക്കേണ്ടി വന്ന ടെൻഷനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ടതിൻ്റെ ശേഷം കിരൺ നല്ല ചീത്ത പറയുന്നുണ്ട് ആദർശിന്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ആ നിമിഷം തന്നെ നീ ഇത് നയനയോട് പറയേണ്ടതായിരുന്നില്ലേ? കല്യാണിയെ പോലെ തന്നെ നയനയും അവരുടെ ഭർത്താക്കന്മാരെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ളപ്പോൾ നീ ഇത് മറച്ചു വെച്ചത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നേരം ആദർശം പറയുന്നുണ്ട്, നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നും പാടില്ല എന്ന് ഞാൻ നയനയോട് പറഞ്ഞതുമാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നീ നയനയോട് ഒളിച്ചു വെച്ചത് തെറ്റല്ലേ? ഇനി ഒട്ടും നീ വൈകിപ്പിക്കേണ്ട, നീ ഇത് എത്രയും പെട്ടെന്ന് നയനയോട് പറയണം, അത് കഴിഞ്ഞിട്ട് നീ എന്നെ വിളിക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. ചന്തുമോളെ നയന ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല ചിരിച്ചുകൊണ്ടാണ് ഉള്ളത്. ചന്തുമോൾ കാറൊക്കെ ഓടിച്ച് കളിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചന്തുമോളോട് ചോദിക്കുന്നുണ്ട്, നീ കാറ് നയനാമ്മയുടെ ദേഹത്ത് മുട്ടിച്ചോ? അപ്പോഴേക്കും നയനയുടെ ഫോണിലേക്ക് നബ്ബി വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇപ്പോൾ ഇങ്ങോട്ടൊന്നും വിളിക്കാത്തത്? അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ നല്ല തിരക്കിലായിരിക്കുമല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ വിളിക്കാത്തത്. അപ്പോഴേക്കും ചന്തുമോൾ ചിരിക്കുന്ന സൗണ്ട് നബ്ബി കേൾക്കുന്നുണ്ട്. എന്തടി അവിടെ ഒരു കുഞ്ഞിൻ്റെ സൗണ്ട്? എന്ത് പറയണമെന്നറിയാതെ നയന പറയുന്നുണ്ട്, അത് ആദർശേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എന്തിനാടി കളത്രം പറയുന്നത്? അബി എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു. വെറുതെ ഓരോ പൊല്ലാപ്പെടുത്ത് തലയിൽ വയ്ക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം നയന പറയുന്നുണ്ട്, ചന്തമോൾ നല്ല മോളാണ്. പിന്നെ നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത്? ഒന്നിങ്ങ് വന്നിട്ട് പോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. ആദർശിനെ കണ്ടതും ദേവയാനി ചോദിക്കുന്നുണ്ട്, എവിടെയാടാ നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? നയനയും പറയുന്നുണ്ട്, ആദർശേട്ടൻ പുറത്തു പോയതിൻ്റെ ശേഷം എനിക്ക് ടെൻഷനാണ്, കാരണം ആളിപ്പോൾ നോർമലിൽ അല്ലല്ലോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ നോർമൽ ആകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, ശ്രമിക്കേണ്ടേ? നീ എല്ലാം നിൻ്റെ ഭാര്യയോടെങ്കിലും തുറന്നു പറയ്. എന്നിട്ട് ആദർശ് നയനയെ വിളിക്കുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, ചെല്ലുമോളെ, അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തുറന്നു പറയട്ടെ. അങ്ങനെ ആദർശ് നയനയും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ ദേവയാനി ചന്തുമോളെ കൊഞ്ചിക്കുന്നുണ്ട്, മോൾ ഇതൊന്നും കണ്ട് പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. നയനയെ നയനാമ്മ എന്ന് വിളിക്കും പോലെ മോൾ അങ്കിളിനെ അച്ഛ എന്ന് വിളിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോള് പറയുന്നുണ്ട്, എനിക്ക് പേടിയാ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അച്ചോടാ, എൻ്റെ മോള് പേടിക്കുകയൊന്നും വേണ്ട, നയനാമ്മയെ പോലെ എൻ്റെ മോനും പാവമാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ചന്തുമോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് നയനയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് എല്ലാം തുറന്നു പറയണം, നമുക്കൊന്ന് പുറത്തു പോകാം. അതെന്തിനാ ആദർശേട്ടാ, ഇവിടുന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, പോരാ, ശാന്തമായൊരു അന്തരീക്ഷത്തിൽ നിന്നും പറയണം, എല്ലാം തുറന്നു പറഞ്ഞാലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ, എൻ്റെ സമാധാനം നിൻ്റെ കയ്യിലാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എല്ലാം കേട്ട് കഴിഞ്ഞാലും നീ ഇങ്ങനെ തന്നെ ആയിരിക്കണം, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നീ എന്നിൽ നിന്നും അകന്നു പോകരുത്. അങ്ങനെ അവർ ശാന്തമായൊരു സ്ഥലത്ത് പോയിട്ട് ആദർശ് സംഭവിച്ചതൊക്കെയും ഒന്നും വിടാതെ നയനയോട് പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നയനയുടെ മുഖം കുറച്ച് ഗൗരവത്തിലാണുള്ളത്. എന്നിട്ട് കുറച്ച് നടന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ആദർശിന് പേടിയാകുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നയനെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നീ എന്നെ വിശ്വസിക്കുക. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ ഫോട്ടോ അവിടെ എങ്ങനെയാണ് വന്നത്? അതെനിക്കറിയില്ല നയന, ഞാൻ ആ പെണ്ണിനെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എൻ്റെ ആദർശേട്ടൻ, എനിക്ക് എന്നേക്കാൾ വിശ്വാസമാണ് എൻ്റെ ആദർശേട്ടനെ. മുത്തശ്ശൻ പോലും അവിശ്വസിക്കാത്ത ആദർശേട്ടനെ ഞാൻ അവിശ്വസിക്കുമോ? പിന്നെ ഞാൻ കുറച്ച് ഗൗരവം അഭിനയിച്ചത് ഇത്രനാളും എന്നിൽ നിന്ന് ഈ രഹസ്യം മറച്ചു വെച്ചത് കൊണ്ടാണ് എന്നും പറഞ്ഞ് ആദർശനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് നയന. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ചന്തുമോളെ നമ്മുടെ മകളായിട്ട് വളർത്താം. ആദർശ് ചോദിക്കുന്നുണ്ട്, നിനക്കൊട്ടും വെറുപ്പില്ലേ ചന്തുമോളോട്? അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ലെന്ന് മാത്രമല്ല, എനിക്കിപ്പോൾ സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. ഇനി മുതൽ ആദർശേട്ടനെ അവൾ അച്ഛാ എന്ന് തന്നെ വിളിക്കട്ടെ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുമ്പോൾ ഞാനത് ശരിവെക്കും പോലെ ആകില്ലേ? അതൊന്നും സാരമില്ല എന്ന് പറയുന്നുണ്ട് നയന. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, അനഘ ഒരു മരണമൊഴി പോലെ പറഞ്ഞതാണ് മൂർത്തി സാറിൻ്റെ കൊച്ചുമോൻ്റെ മോളാണെന്ന്. അത് കള്ളമാകാൻ സാധ്യതയില്ല. ഏതായാലും ഞാനല്ല.
അപ്പോൾ നയനയും പറയുന്നുണ്ട് അനിയുമാകാൻ സാധ്യതയില്ല. പിന്നെ സംശയിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ കള്ളനായ അബിയെയാണ്. അന്നേരം ആദർശം പറയുന്നുണ്ട് അതെ, അവനെയാണ് സംശയിക്കേണ്ടത്. ഇപ്പോൾ തന്നെ കുറേ കാശ് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുതരം ബ്ലാക്ക് മെയിൽ പോലെയാണ് അവനിപ്പോൾ കാശ് ചോദിക്കുന്നത്. അന്നേരം നയന പറയുന്നുണ്ട് അതിനൊന്നും ആദർശേട്ടൻ നിന്ന് കൊടുക്കേണ്ട. പിന്നെ അങ്ങനെ അവർ രണ്ടുപേരും കിരണിനെ കാണുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട് ഒരു DNA ടെസ്റ്റിലൂടെ നമുക്ക് കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഉറപ്പ് വരുത്താവുന്നതേ ഉള്ളൂ. എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമുക്ക് അവൻ്റെ സഹായം തേടാം. അന്നേരം നയന പറയുന്നുണ്ട് അത് കിരണേട്ടാ, ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് അറിയണം. പിന്നെ ആദർശം പറയുന്നുണ്ട് മുത്തശ്ശന് എന്നിൽ എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് ഈ സംഭവത്തോടെ എനിക്ക് മനസ്സിലായി. അപ്പോൾ കിരൺ പറയുന്നുണ്ട് മുത്തശ്ശൻ നല്ല ദീർഘവീക്ഷണമുള്ള ആളാണ്. പിന്നെ നയന പറയുന്നുണ്ട് എനിക്ക് വേഗത്തിൽ തന്നെ വീട്ടിലെത്തണം, ചന്തുമോൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. അന്നേരം കിരൺ ചോദിക്കുന്നുണ്ട് ചന്തുമോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് നയനയ്ക്ക്? അപ്പോൾ നയന പറയുന്നുണ്ട് അവളെ എനിക്ക് വളരെ ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ മോളെ പോലെ തന്നെയാണ് അവൾ, മുത്തശ്ശിക്കും അവളെ വലിയ ഇഷ്ടമാണ്. അന്നേരം കിരൺ ചോദിക്കുന്നുണ്ട് ആദർശിനോട് എന്നാൽ പിന്നെ ഈ ടെസ്റ്റിൻ്റെയൊക്കെ ആവശ്യമുണ്ടോടാ, നിനക്ക് നിൻ്റെ സ്വന്തം മകളെ പോലെ വളർത്തിയാൽ പോരെ അവളെ. ഇതും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.